നമ്മളൊരു സമോസയാണ്, വെജിറ്റബിൾ സമോസയാണ് ഉണ്ടാക്കാൻ പോകുന്നത്. അപ്പോൾ അതിന് വേണ്ട ഇൻഗ്രീഡിയൻസ് എന്തൊക്കെയാണെന്ന് നോക്കാം. ആദ്യം അരയ്ക്കാൻ വേണ്ടിയിട്ട് ഒരു പച്ചമുളക്, ഇതിൽ പകുതി ഇട്ടാലും മതി. കുഞ്ഞു കുട്ടികൾക്കൊക്കെ കൊടുക്കുകയാണെങ്കിൽ അല്ലെങ്കിൽ ഒരെണ്ണം ചേർക്കാം. വേറെ മുളക് പൊടിയൊന്നും ചേർക്കുന്നില്ല. മല്ലിയില, ഇഞ്ചി, വെളുത്തുള്ളി. ഇഞ്ചി ഇത്രയും പോകുന്നത് ഒരു കഷ്ണം മുറിച്ച് വെച്ചാണ്, 1 ഇഞ്ച് നീളത്തിലൊരു കഷ്ണം മുറിച്ച് വെച്ചാണ്. വെളുത്തുള്ളി ഒരു 5-8 അല്ലി. പിന്നെ ഇതിന് വേണ്ട ഷീറ്റ് ഉണ്ടാക്കണം, നമ്മൾ പരത്താൻ വേണ്ടിയിട്ട്. അതിന് ഒരു ബൗള് മൈദ, ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി. എന്നുവെച്ചാൽ വെറും മൈദ ആണെങ്കിൽ ചിലപ്പോൾ കുറച്ച് സോഫ്റ്റായി പോകും. ഒരു 2 ടീസ്പൂൺ അരിപ്പൊടി ചേർത്ത് ഒന്നുകൂടെ ക്രിസ്പി ആവും. പിന്നെ നമുക്കിപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ അവൈലബിളാണ് ഈ സമോസ ഷീറ്റ്, വാങ്ങിക്കാൻ കിട്ടും. നമ്മളിപ്പോൾ വീട്ടിലുണ്ടാക്കുമ്പോൾ അത് കുറച്ചുകൂടെ നല്ലതല്ലേ, അതുകൊണ്ട് ഞാൻ വീട്ടിലുണ്ടാക്കിയാണ്. പിന്നെ അപ്പോൾ ഇത് അരയ്ക്കാൻ വേണ്ടത്, ഇത് പരത്താൻ വേണ്ട ബാറ്ററിനുള്ളത്, ഇത് ഡോവിനുള്ളത്, ഇത് ഒരു പൊട്ടാറ്റോ പുഴുങ്ങി പൊടിച്ച് വെച്ചത്, മാഷ് ചെയ്ത് വെച്ചത്, ആവശ്യത്തിനുള്ള ഉപ്പ്, ഇത് കാബേജ് ഒരു ബൗള്, ഒരു 3/4 ബൗള് ഈ വലിയ ബൗളിൽ, ക്യാരറ്റ് ഇതിലൊരു 3/4 ബൗള്, ഒരു മീഡിയം ടൈപ്പ് ഓണിയൻ സവോള, ബീൻസ് വളരെ കുറച്ചേ ഇടുന്നുള്ളൂ, ഒരു 1/4 ബൗള്, ആവശ്യത്തിന് വേണ്ട ഉപ്പ്, വറക്കാൻ ആവശ്യത്തിന് എണ്ണ, കുഴയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം. ഇനി നമ്മൾ ഇത് അരച്ച് വന്നിട്ട് നമ്മൾ മാവ് ഡോവ് ഉണ്ടാക്കാം, എന്നിട്ട് കാണിക്കാം. വെജിറ്റബിൾസ് എല്ലാം നമുക്കൊന്ന് വഴറ്റാം. അതിന് ആദ്യം ഈ അരച്ച് വെച്ച മസാല ഇടാം. മസാല ഒന്ന് വഴണ്ട് വരുമ്പോൾ നമുക്ക് ഉള്ളി ചേർക്കാം. കുറച്ച് മീഡിയം ഫ്ലെയിമിൽ ഇരിക്കട്ടെ. ഇതിലിപ്പോൾ ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക്, മല്ലിയില, ഇതിൽ ഞാൻ പട്ടയും ഗ്രാമ്പൂ ഏലക്കൊന്നും ചേർക്കുന്നില്ല കേട്ടോ. എല്ലാത്തിനൊന്നും അത് ചേർത്താലേ ചേർക്കേണ്ട ആവശ്യമില്ല. മതി, ഇത്രയും മതി. ഒരു പച്ച മണം മാറിക്കിട്ടി. ഇപ്പോൾ ഇനി നമുക്ക് ഈ ഉള്ളി ചേർക്കാം, സവോള. സവോള ഒന്ന് വേഗം വഴന്ന് കിട്ടാൻ നമുക്കൊരു ലേശം ഉപ്പ് ചേർക്കാം, ഒരു നുള്ളു ഉപ്പ് ചേർക്കാം. നമ്മൾ ഉള്ളിയുടെ ഒപ്പം തന്നെ ആ ബീൻസ്, കുറച്ച് ബീൻസ് അല്ലേ ഉള്ളൂ, അതും കൂടെ ചേർത്തിട്ടുണ്ട്. ഇതെല്ലാം ഒരുപാട് ഇങ്ങനെ വെന്ത പോലെ ആവൊന്നും വേണ്ട കേട്ടോ, ജസ്റ്റ് ഒന്ന് സോട്ട് ചെയ്താൽ മതി. ഒന്നിങ്ങനെ പച്ചമണം മാറി ഒന്നിങ്ങനെ നന്നായി വഴണ്ട് കിട്ടിയാൽ ഈ നെക്സ്റ്റ് നമുക്ക് ക്യാരറ്റ് ചേർക്കാം. എണ്ണ നമ്മളൊരു 2 സ്പൂണേ ഒഴിച്ചിട്ടുള്ളൂ കേട്ടോ, അധികം വേണ്ട. ജസ്റ്റ് ഒന്നിങ്ങനെ വഴറ്റിയെടുക്കാനുള്ള എണ്ണ മാത്രം മതി. നമ്മളിനി നെക്സ്റ്റ് ക്യാബേജ് ആഡ് ചെയ്യാം. ക്യാബേജെല്ലാം വേഗം വഴണ്ട് വരുന്നതല്ലേ, വെറും ആവിയിൽ വേവണതല്ലേ, വെള്ളമൊന്നും ചേർക്കേണ്ട ആവശ്യമില്ല. നമ്മൾ ഉള്ളി വഴണ്ട് വരാൻ വേണ്ടിയിട്ട് ലേശം ഉപ്പ് ചേർത്തല്ലേ ഉള്ളൂ, ഒരു 2 നുള്ളു ഉപ്പ്, ഒരു 1/4 ടീസ്പൂൺ ഉപ്പ് ചേർത്തിട്ടുള്ളൂ. അപ്പം ഇനി ഇതിനും കൂടെ, ഇത് ഇപ്പം നമ്മൾ എല്ലാ വെജിറ്റബിൾസും ഇട്ടില്ലേ, അപ്പോൾ അതിനും കൂടെ വേണ്ട ഉപ്പ് നമുക്ക് ചേർക്കാം. ഒരു ടീസ്പൂൺ ഉപ്പ് ചേർക്കാം കേട്ടോ. ഇതിൻ്റെ ഒപ്പം നമുക്ക് ഈ പുഴുങ്ങി വെച്ചിട്ടുള്ള ഉരുളക്കിഴങ്ങ് പുഴുങ്ങി പൊടിച്ച് വെച്ചിട്ടുണ്ടല്ലോ,
അതും കൂടെ ഏകദേശം ഒരു ഹാഫ് ബോയിലായി കഴിഞ്ഞു കേട്ടോ. വഴണ്ടിട്ട് 2 ടൈപ്പിൽ ഉണ്ടാക്കുന്നുണ്ട്. ഒന്ന് നീളത്തിൽ നമ്മൾക്കിങ്ങനെ ഷീറ്റ് ഉണ്ടാക്കിയിട്ട് ഇതിനെ ഒന്ന് ഇങ്ങനെ മടക്കാം, പിന്നെ ഒന്ന് ഇങ്ങനെ മടക്കാം. എന്നിട്ട് ഈ പോക്കറ്റിലേക്ക് നമുക്കിത് ഫില്ല് ചെയ്യാം. ഇത് നമുക്ക് മോമോസൊക്കെ ഉണ്ടാക്കണ പോലെ ഒരു ഷേപ്പ്. ചിലപ്പോൾ കുട്ടികൾക്കൊക്കെ ഒരു അട്രാക്റ്റീവ് ആയിരിക്കുമല്ലോ, അതിന് വേണ്ടിയിട്ട് ഒരു മഷ്റൂം മോഡൽ. ഒരെണ്ണം കൂടെ നമുക്ക് അങ്ങനെ ഉണ്ടാക്കാം. അങ്ങനെ നമുക്ക് എണ്ണ ഒഴിച്ചു, ഏകദേശം ചൂടായി കഴിഞ്ഞു. ഇനി നമുക്ക് ഫ്രൈ ചെയ്യാൻ തുടങ്ങാം. അപ്പോൾ നമ്മൾ 3 ടൈപ്പിൽ പരത്തിയിട്ടോ. ഒന്ന് ഇതങ്ങനെ ഒരു മഷ്റൂം പോലെ, മോമോസൊക്കെ പോലെ, പിന്നെ നീളത്തിൽ പരത്തിയിട്ട്, പിന്നെ റൗണ്ടിൽ പൂരിയുടെ ഷേപ്പിൽ പരത്തിയിട്ട്, അങ്ങനെ നമുക്ക് 2, 4, 7, 10 എണ്ണം കിട്ടി. ഈ 3 ഷേപ്പും കൂടെ. ഷേപ്പ് 2ആണ്, പക്ഷേ മറ്റേത് വട്ടത്തിലും നീളത്തിലും ആക്കിയിട്ടാണ് പരത്തിയത്. ആ ട്രയാങ്കിൾ ഷേപ്പിലുള്ളതെല്ലാം റെഡിയായി. ഇനി ഇങ്ങനെ ഈ മോമോസ് പോലെ ഒരു മഷ്റൂം ടൈപ്പിലില്ലേ, ഇത് നമുക്ക് ഇങ്ങനെ ഷേപ്പ് ഭംഗിയാണ്, പക്ഷെ ഇങ്ങനെ ഒന്ന് തിരിച്ചും മറിച്ചൊക്കെ ഇങ്ങനെ നന്നായിട്ട് ഇടണം. ഇതെല്ലാം തിരിച്ചും മറിച്ചിടണം, പക്ഷെ അത് കുറച്ചുകൂടെ കെയർഫുള്ളായിട്ട് ഇടണം. അതൊന്നിങ്ങനെ ആക്കിയാൽ മതി കേട്ടോ. ഒന്ന് ആദ്യം നമ്മളിങ്ങനെ വയ്ക്കുക. അത് കഴിഞ്ഞിട്ട് പിന്നെ അതിന് അവിടെ അടിഭാഗം ആവുമല്ലോ, അപ്പോൾ നമ്മൾ പതുക്കെ ചരിച്ചിട്ട് ഇങ്ങനെ ഒന്ന് തിരിച്ചു കൊടുക്കാം. സമോസ എല്ലാം റെഡിയായി. സമോസയ്ക്ക് ഒപ്പം വെച്ചിട്ടുള്ള അങ്ങനെ നമ്മുടെ സമോസ എല്ലാം റെഡിയായി. 3 ഇതിലാണ് സൈസിലാണ് ഉണ്ടാക്കിയിട്ടുള്ളത്. ഷേപ്പ് മാത്രം 2 ഒരുപോലെ, ഇത് വേറെ സൈസ്. ഇതിനുള്ള സോസ് നമ്മുടെ ഹോം മെയ്ഡ് തന്നെയാണ്. ആ സോസിൻ്റെ വീഡിയോ ഞാൻ വേറെ ദിവസം ഇടാം കേട്ടോ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് അഭിപ്രായം അറിയിക്കൂ. ഓക്കെ, താങ്ക് യു.